കേരളത്തെ നടുക്കിയ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇന്നേക്ക് 2 വർഷം തികയുന്നു. 2024 ജൂലൈ 30 മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല, പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ 298 പേർക്കാണ് ജീവൻ നഷ്ടമായത്. കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായാണ് ഉള്ളുപൊട്ടിയ ആ ഭീകര രാത്രിയെ കണക്കാക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ പലവുരു തൊട്ടുരുമ്മിപ്പോയിട്ടുണ്ടെങ്കിലും മറ്റൊരു മഹാദുരന്തം തങ്ങളെ കാത്തിരിക്കുന്നുവെന്ന് ആ പാവം മനുഷ്യർ അറിഞ്ഞിരുന്നില്ല. പുരയ്ക്കുമീതെ പെയ്തു തുടങ്ങിയ നനുത്ത മഴ അവർക്ക് എപ്പോഴത്തെയും പോലെ തന്നെയായിരുന്നു. നാളത്തേക്കുള്ളത് കണക്കുകൂട്ടി പലരും വീടുകളിൽ അന്തിയുറങ്ങി. പക്ഷേ ചാലിയാറിന്റെ ഓളങ്ങൾക്ക് ജീവനും ജീവിതവും തകർക്കാൻ പോന്ന ഹുങ്കാരമുണ്ടെന്ന് അന്നത്തെ രാത്രി വിധി എഴുതി. ജൂലൈ 29 രാത്രി 11:45 പുഞ്ചിരിമട്ടം മേഖലയിൽ ആദ്യ മണ്ണിടിച്ചലുണ്ടായത്. വെറുമൊരു മണ്ണിടിച്ചലിൽ സർവ്വതും തകർന്നൊഴിയുന്ന ഉരുൾപൊട്ടായി മാറിയത് നിമിഷാർത്ഥത്തിൽ നിന്ന് മാത്രം. അർദ്ധരാത്രി 12നും 1-നുമിടയിൽ പുഞ്ചിരിമട്ടം, അട്ടമല, മുണ്ടക്കൈ, ചൂരൽമല മേഖലയിൽ അതിഭയാനകമായി നാശം വിതച്ച് ഉരുൾ അവശിഷ്ടങ്ങൾ ഒഴുകിയെത്തി. പ്രദേശവാസികളിൽ നിന്ന് കളക്ട്രേറ്റിലേക്ക് 30-ന് പുലർച്ചെയോടെ അപകട മേഖലയിൽ നിന്ന് ആദ്യ വിളിയെത്തി. പിന്നാലെ രക്ഷാകരങ്ങൾ വയനാടിന്റെ മണ്ണിലേക്ക് പാഞ്ഞെത്തി. പ്രതിസന്ധികൾ തരണം ചെയ്ത് പുലർച്ചെ 3:10 സേനാ വിഭാഗം അപകട സ്ഥലത്തെത്തി. പുലർച്ചെ 4:55 NDRF, ഫയർഫോഴ്സ്, പോലീസ്, നാട്ടുകാരെന്നിവരുടെ കൂട്ടായ ശ്രമത്താൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. പുഞ്ചിരിമട്ടം മുതൽ ചൂരൽമല വരെ 8 കിലോമീറ്റർ, 8600 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് ദുരന്തം വ്യാപിച്ചു കിടന്നത്. അപകടത്തിൽ 298 പേർ മരിച്ചെന്ന് സർക്കാർ കണക്കുകൾ. 99 പേരെ മാത്രം DNA പരിശോധനയിലൂടെ തിരിച്ചറിയാൻ സാധിച്ചു. ചാലിയാർ, നിലമ്പൂർ തുടങ്ങി വിവിധ ഭാഗങ്ങളിൽ നിന്നായി 223 ശരീരഭാഗങ്ങൾ കണ്ടെത്തി. ഇനിയും കിട്ടാതെ മണ്ണിലാണ്ടുപോയ ശരീരങ്ങളുടെ കണക്കെടുത്താൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം. ദുരന്തത്തിൽ പരുക്കേറ്റവർ 390-ലധികം പേരെന്ന് കണക്കുകൾ അടിവരയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വയനാടിന്റെ തണുപ്പിലുറങ്ങാൻ കൊതിച്ച്, പച്ചപ്പ് കാണാൻ ആശിച്ച് അന്യനാട്ടിൽ നിന്നെത്തിയ സഞ്ചാരികളും ആ മരണക്കണക്കിലുണ്ട്. കുടഞ്ഞെറിയുന്ന ഏതു ദുരന്തവും, ആഞ്ഞടിക്കുന്ന ഏതു രാക്ഷസ തിരകളും 3-ാം പക്കമോ 4-ാം പക്കമോ ഇരകളോട് നീതി കാണിക്കും. ജീവൻ എടുത്തിട്ടൊടുവിൽ ശരീരങ്ങളെ ഉറ്റവർക്ക് വിട്ടുകൊടുക്കും. പക്ഷെ വയനാടിന്റെ കാര്യത്തിൽ പ്രകൃതി ആ പ്രായശ്ചിത്തം ചെയ്തില്ല. അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാക്കാൻ പേരിനൊരു ഉടൽ മാത്രം ലഭിച്ചവരേറെ. പൂർണ്ണ ശരീരങ്ങളെ മണ്ണിനു വിട്ടുകൊടുത്ത് അടയാളങ്ങൾ മാത്രം വെച്ച് ഖബറടക്കപ്പെട്ടവർ, അന്ത്യകൂദാശ ഏറ്റുവാങ്ങിയവർ, സംസ്കരിക്കപ്പെട്ടവർ, ഒരു ജനതയെ, അവരുടെ നിലനിൽപ്പിനെ, അടയാളങ്ങളെ, മേൽവിലാസത്തെ പൂർണ്ണമായും ഭൂമുഖത്തു നിന്നും ഇല്ലാതാക്കിയ പ്രകൃതിയുടെ സംഹാര താണ്ഡവമാണത്. നഷ്ടപ്പെടുത്തിയത് വീണ്ടും തിരികെ നൽകുന്ന കാലത്തിന്റെ കാവ്യനീതി ഇവിടെ പുലരുമോ എന്ന് ഉറപ്പില്ല. എങ്കിലും വേരുറ്റുപോയെന്ന് കരുതിയ ഇടത്തുനിന്ന് തന്നെ വീണ്ടും പ്രതീക്ഷകളുടെ പച്ചപ്പ് തളിർത്ത് തുടങ്ങുകയാണ്. ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാകില്ലെന്നാശിച്ച് അതേ മണ്ണിൽ വീണ്ടും തളിർത്തു തുടങ്ങുന്ന ജീവിതങ്ങളോട് കാലം നീതി കാണിക്കട്ടെ. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി കണ്ണൂർ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.